വേണ്ടിയിരുന്നില്ല. സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു. താമസിച്ചു പോയി, ക്ഷമിക്കുക. ആ ജോർജ് കുട്ടിയും കൂട്ടരും, അവരെ കണ്ട പിന്നെ സമയത്തിന്റെ വില നഷ്ടാവുന്നു. സത്യം പറഞ്ഞ ഇതാദ്യമായിട്ടാ സമയത്തിന്റെ വില എനിക്ക് മനസ്സിലാവുന്നത്. നന്ദിയുണ്ട്. ആരും കൊളുത്തിയിട്ടില്ല. ആയിരക്കണക്കിന് വെളുത്ത പെണ്ണുങ്ങളുണ്ടാ ഈ നാട്ടില്. വിഷമിക്കാതിരി, ക്ഷമ വേണം. കാലും പൊളിച്ച് മതാമ്മമാരൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു ജോർജ് കുട്ടിയെ? എത്ര എണ്ണമാ എന്റെ അയ്യപ്പാ. എന്റെ വീടാ ഇത്, നമ്മുടെ റെയിൽപാളം. ഒരു രഹസ്യം. എന്നോട് ഒത്തിരി സ്നേഹം വരുമ്പോഴും എനിക്ക് അദ്ദേഹത്തോട് പിടിവിട്ടു പോകുന്ന സന്തോഷം തോന്നുമ്പോഴുവാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. മോളെ ജയസൂട്ടിയേ, ആ മൊന്തയിൽ ഇച്ചിരി വെള്ളോ ഒരു തോർത്തോ ഇഞ്ഞെടുത്തോണ്ട് വാ. കണ്ടോ, ഇതൊന്നും തുരുമ്പിച്ചിട്ട് പോലും ഇല്ലല്ലോ. അതെങ്ങനെ തുരുമ്പിക്കാനാ? എന്റെ ഈ മനസ്സിൽ പൊതിഞ്ഞു വെച്ചിരിക്കുമല്ലോ ഇക്കാലം മുഴുവനും, സ്നേഹത്തിൽ പൊതിഞ്ഞ്. ആ അദ്ദേഹത്തിന്റെ മണം. എന്റെ മക്കളെ, അയ്യോ അയ്യോ, എന്റെ അച്ഛ, അയ്യോ എന്റെ മോളെ, എന്റെ മോളെ, നമ്മുടെ കടമെല്ലാം തീരുവേ അച്ഛ. ഈ പണം ഇനി എന്തിനാ? ചേച്ചി ചേച്ചി അവളും പോയി. നന്നായി.
കടം വാങ്ങി പണക്കാരനാവും മനസാക്ഷി ഇല്ലാത്തവൻ. അത് കുറച്ച് കൂടുതലുള്ളവൻ പാവം. കടം വീട്ടാനാവാത്ത ദുഃഖത്തിൽ തന്റെ ജീവൻ ഭൂമിക്ക് നഷ്ടപ്പെടുത്തുന്നു. എനിക്കങ്ങ് മനസ്സിലായില്ല കേട്ടോ, ഒന്ന് തെളിച്ചു പറയോ? മനസാക്ഷി ഇല്ലാത്തവൻ പണക്കാരനാവും, മനസാക്ഷി ഉള്ളവൻ കടക്കാരനും. കണ്ണാടി നോക്കി ചിരിക്കുന്ന പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. നൊമ്പരം മുഴുവൻ പടർന്നു കയറുമ്പോ, കനച്ചു നീറുമ്പോ മനം കാട്ടിത്തരുന്ന, വഴി കാട്ടിത്തരുന്ന എന്റെ സ്വാർത്ഥതയത്. നിന്റെ അച്ഛൻ നമ്പൂരി വന്നോടി മോളെ? എന്റെ നമ്പൂരി നല്ല മനുഷ്യനായിരുന്നു. ഞാൻ ഇവിടെ ഇങ്ങനെ അന്തർജനമായിട്ട് കഴിയണം എന്നുള്ള ഒറ്റ സാഠ്യം മാത്രം. നിനക്ക് അന്തർജനം എന്ന് വെച്ചാൽ എന്തുവാന്നറിയാവോ? ആ കത്തമ്മ, ഉള്ളിന്റെ ഉള്ളിലേക്ക് എത്തി നിൽക്കുന്ന, ഒളിച്ചു നിൽക്കുന്ന സ്ത്രീ. നമ്പൂരിക്ക് വെച്ച് വിളമ്പുന്ന നമ്പൂരി സ്ത്രീ. ഞാനതായിരുന്നേ അദ്ദേഹത്തിന്. എന്റെ ഏട്ടനൊഴികെ ബന്ധുക്കളെല്ലാം പരലോകപ്രാപ്തരായി. ഞാനും എന്റെ മോളും ഒറ്റയ്ക്കായി. എന്റെ നമ്പൂരിയെ കാണാതെയും പോയി. എന്റെ തലയുടെ താളം തെറ്റിയത് കൊണ്ടാ എന്റെ നമ്പൂരി എന്നെ ഇട്ടേച്ച് പോയത്. പോട്ടെ, പോയത് പോട്ടെ. നീയും ഇട്ടേച്ച് പോവോ? ആ പാച്ചന്റെ അളിയൻ കടങ്കര ചത്തു, കൂട്ടത്തിലെ പാവം മോളെയും കൊന്നു. കേട്ടു കേട്ടു, കേക്കാതിരുന്നാ മതിയായിരുന്നു. പരമ പോക്കർത്തരമല്ലയോ അവൻ ചെയ്തത്. എനിക്കങ്ങോട്ട് സ്വാഗതിപ്പിക്കാൻ ഒക്കുന്നില്ല ഉണ്ണി. പണ്ടൊക്കെ നെല്ലും പതിരും ഭൂമിയൊക്കെ ജന്മിമാര് പത്തായത്തി പൂട്ടിയിടുന്ന കാലത്തെ കർഷകർ ഇമ്മാതിരി മണ്ടത്തരമൊന്നും കാണിച്ചിരുന്നില്ല. കഷ്ടം. എന്റെ കുട്ടിക്കാലത്തെ കർഷകര് കമ്മ്യൂണിസ്റ്റിൽ ചേരുമായിരുന്നു. ഇപ്പൊ വന്ന് വന്ന് എത്രയെത്ര നിറങ്ങളുള്ള കൊടികളാണെന്നോ. ഒന്നിന്റെ അർത്ഥം എന്റെ തലയിൽ ഉദിക്കാതായി. ഒരുപാട് കള്ളു കുടിച്ചു എന്ന് വെച്ച് അത്താഴം ഉണ്ണാണ്ട് കിടക്കണ്ട. ദാ Mm.